ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസൈക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. നാളെ റമളാൻ 17 അസത്യത്തിനു മേൽ സത്യം പൂർണ്ണ വിജയം നേടിയ ദിനം എന്നാണ് ബദർ ദിനം വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്വദേശം വിടാൻ നിർബന്ധിതരായ മുസ്ലിങ്ങൾക്ക് അവരെത്തിച്ചേർന്ന പുതിയ സ്ഥലത്തും സ്വസ്ഥത കൊടുക്കാൻ തയ്യാറാകാതിരുന്ന മുശ്രിക്കുകളെ തകർക്കാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം ഡെസിസീവായി നടപ്പിലാക്കപ്പെട്ട ദിവസമാണത്. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അതിജയിച്ചിട്ടുള്ളത് എന്ന അള്ളാഹുവിൻ്റെ നടപടിക്രമം പാലിക്കപ്പെട്ട ഒരു ദിവസമാണത്. മദീനയിലെത്തിയ ശേഷവും മുസ്ലിങ്ങളെ സ്വൈരമായിരിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾ സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. അവർക്ക് തീർച്ചയായും മദീന കേന്ദ്രീകരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം പുരോഗതി പ്രാപിക്കും എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. അതുവഴി അറേബ്യയുടെ മുഴുവൻ ആധിപത്യവും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ആ ചെറു സംഘത്തിൻ്റെ കയ്യിലാവുകയും ചെയ്യും എന്നവർ ഭയപ്പെട്ടു. ഈ ഭയത്തെക്കുറിച്ച് ഒട്ടും അജ്ഞനായിരുന്നില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ അവിടുത്തെ അനുയായികൾ. അതിനാൽ മക്കയിലെ ഖുറൈശികളെ നിലക്ക് നിർത്തുവാനുള്ള ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന് എക്കാലത്തെയും പോലെ ട്രേഡ് റൂട്ടുകളുടെ വാണിജ്യപാതകളുടെ നിയന്ത്രണം കൈക്കലാക്കാനുള്ള ശ്രമമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുന്നു. യമനിൽ നിന്ന് ഷാമിലേക്ക് ചെങ്കടൽ തീരത്തുകൂടി പോകുന്ന വഴി, അതാണ് മക്കയിൽ നിന്നുള്ള ഖുറൈശികളുടെ 2 സീസണായി നടത്തുന്ന കച്ചവടത്തിൻ്റെ പാത. അതിലെ സുരക്ഷിതത്വം മദീനയിലുള്ള മുസ്ലിങ്ങളുടെ കയ്യിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ തങ്ങൾക്ക് നേരെയുള്ള ശല്യം അവസാനിപ്പിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുയായികളും മനസ്സിലാക്കുന്നു. അതിനാൽ ആ വ്യാപാര പാതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ മദീനയെ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി പ്രവാചകൻ നടത്തുന്നുണ്ട്. ആ ട്രേഡ് റൂട്ടിലുണ്ടായിരുന്ന പ്രമുഖ ഗോത്രങ്ങളായ ജുഹൈന, സമൂറ, ബനു മുദ്ലജ് പോലുള്ള ഗോത്രങ്ങളുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഖ്യത്തിലേർപ്പെടുകയും അവരിൽ പലരെയും ഇസ്ലാമിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതും പോരാഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറിയ സംഘങ്ങൾ, സെരിയ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുക, സ്കൗട്ടുകൾ എന്ന് വേണമെങ്കിൽ നമ്മൾക്കതിനെ പരിഭാഷപ്പെടുത്താം, ഖുറൈശികളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി പലപ്പോഴും സഹാബികളുടെ നേതൃത്വത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ സ്കൗട്ടുകളെ ഈ വാണിജ്യപാതയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള ആളുകൾ മദീനയിലുള്ള മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ കച്ചവടം മുമ്പ് നടന്നതുപോലെ നടക്കുകയില്ല എന്നുള്ള ഒരു സന്ദേശം നൽകുകയായിരുന്നു ഉദ്ദേശം. ചില ലക്ഷ്യങ്ങളൊക്കെ അതുകൊണ്ട് നേടാനായി. പക്ഷേ അതുകൊണ്ടും അവരുടെ ശല്യം അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. മദീനയിലുള്ള 5ാം പത്തികളായ ആളുകൾ, മുനാഫിഖുകളായ ആളുകളോട് ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മക്കക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പ്രവാചകൻ വിവരം കിട്ടി. അതിനാൽ കുറച്ചുകൂടി ഒരു ലാർജർ സ്കെയിലിൽ ഇവരുടെ ഈ വാണിജ്യ താൽപ്പര്യങ്ങളെ ഉപരോധിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ കരുതുന്നു. ആ ഇടക്കാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കച്ചവട സംഘം ഷാമിലേക്ക് കച്ചവടത്തിനായി പോകുന്നതും വലിയ ലാഭം നേടിക്കൊണ്ട് തിരിച്ചു വരികയും ചെയ്യുന്നു എന്ന വിവരം ചാരന്മാർ മുഖേന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവരെ ഉപരോധിക്കണം എന്ന് കരുതി വളരെ പെട്ടെന്ന് വലിയ കാര്യമായ കൂടിയാലോചനകളോ ഒരുക്കമോ ഇല്ലാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് അങ്ങനെ പുറപ്പെടുകയാണ് ആ കച്ചവട സംഘത്തെ പിടിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഈ വിവരം കിട്ടിയ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ഉടനെ തന്നെ മക്കയിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയും
വളരെ പെട്ടെന്ന് തങ്ങളുടെ എല്ലാ കച്ചവട സാധനങ്ങളും മക്കയുടെ സുരക്ഷിതത്വം തന്നെ അപകടമാക്കുന്ന വിധത്തിലാണ്. കാരണം ആ കച്ചവടത്തിൽ മക്കയിലെ എല്ലാ പ്രമുഖ ഗോത്രങ്ങളുടെയും ഷെയർ ഉണ്ടായിരുന്നു. അവരുടെ ലാഭവിഹിതം ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീതി സൃഷ്ടിക്കുകയും അങ്ങനെ മക്കയിൽ നിന്ന് 1000-ഓളം ആളുകൾ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെടുകയും ചെയ്തു. ഈ രണ്ട് സംഘവും ബദറിൽ വെച്ച് ഏറ്റുമുട്ടി. അതാണ് ബദറിൻ്റെ നമ്മളേറെ കേട്ടിരിക്കുന്ന ബദറിൻ്റെ ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസൂത്രണത്തെക്കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ച്, അള്ളാഹു നൽകിയ സഹായത്തെക്കുറിച്ച് ഒക്കെ സൂറ അൻഫാലിൽ ബദർ യുദ്ധത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം. ആ പ്രാർത്ഥനയെക്കുറിച്ച് തലേന്ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥനയെക്കുറിച്ച് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതുപോലൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും സന്ദർഭത്തിൽ നടത്തിയതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന്. അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അള്ളാഹു നിങ്ങളെന്നോട് സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബലക്കും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികതി മുർദിഫീൻ, തുടരെ ആയിരക്കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. എന്തിനായിരുന്നു ആ സഹായം? വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റ, നിങ്ങൾക്ക് സന്തോഷവാർത്ത നിങ്ങൾ അറിയേണ്ടതിന്, നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് തോന്നേണ്ടതിന്, വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കാൻ ഞാനല്ലാതെ മറ്റാരാണുള്ളത് എന്നാണ് ആ ആയത്ത്, സൂറ അൻഫാലിലെ 10-ാമത്തെ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്. ബദറുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് അറിയാം. അതിനാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ എങ്ങനെയാണ് അള്ളാഹു വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു നിദർശനമായി കൊണ്ടാണ് ബദർ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. ബദറിനെ സംബന്ധിച്ച് സുനൻ തിർമിദിയിൽ ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി നമ്മളുടെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ സഹായത്താൽ മുസ്ലിങ്ങൾ ആഹ്ലാദഭരിതരായ ആ ദിവസം തന്നെയാണ് റോമക്കാർ പേർഷ്യക്കാരെ തോൽപ്പിച്ചത്. മുശ്രിക്കുകൾക്കെതിരെയുള്ള വിജയത്തിൽ സന്തോഷിച്ചതുപോലെ പേർഷ്യക്കാർക്കെതിരെയുള്ള റോമക്കാരുടെ വിജയത്തിലും മുസ്ലിങ്ങൾ അന്ന് സന്തോഷിച്ചു. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറ റൂമിൻ്റെ ആദ്യത്തെ 5 ആയത്തുകൾ ഈ കാര്യമാണ് പറയാൻ പോകുന്നത്. സൂറ റൂം അവതരിക്കുന്നത് പ്രബോധനത്തിൻ്റെ 6-ാം വർഷമോ 7-ാം വർഷത്തിൻ്റെ തുടക്കത്തിലോ ആണ്, ഹിജ്റയുടെ മുമ്പാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉണ്ടായിരിക്കെ തന്നെ എന്താണ് തൻ്റെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു ബോധം റസൂലിനുണ്ടായിരുന്നു. റസൂലും സഹാബികളും അത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് സൂറ റൂമിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളിൽ പറയുന്നു, അലിഫ് ലാം മീം ഗുലിബത്തി റൂം, റോമ പരാജയപ്പെട്ടിരിക്കുന്നു. 200 വർഷമായി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികൾ അന്ന് നിലനിൽക്കുന്ന 2 കൂട്ടരാണ് റോമയും പേർഷ്യയും എന്ന് പറയുന്ന സസാനിദ് എംപയർ എന്ന് പറയുന്ന പേർഷ്യക്കാരും ബൈസൻ്റൈൻ എംപയർ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമിൽപ്പെട്ട ആളുകൾ. അവർ നിരന്തരമായ സംഘർഷത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആരംഭിച്ച കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞുള്ള യുദ്ധത്തിൽ പേർഷ്യക്കാർ വീണ്ടും റോമക്കാരെ പരാജയപ്പെടുത്തി. ആ യുദ്ധത്തിൽ റോമക്കാർ നിരന്തരമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സീറ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അബിസീനിയ എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികൾക്ക് ഹിജ്റക്കുള്ള ഒരു ഇടമായി തിരഞ്ഞെടുത്തു എന്നുള്ളത്. കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അറേബ്യയെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും വിഴുങ്ങാൻ പാകത്തിന് പേർഷ്യൻ സാമ്രാജ്യം തങ്ങളുടെ സാമ്രാജ്യം ഇങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെ ഒരുപക്ഷെ മക്ക ഉപേക്ഷിച്ച് പോകേണ്ടി വന്നാൽ ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ തൻ്റെ കേന്ദ്രമാക്കാൻ പറ്റുന്നതാണ് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്ന നജ്ജാഷി എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാജാവ് ഭരിക്കുന്ന
എത്യോപ്യ എന്ന് കണ്ടുകൊണ്ടാണ്, അബിസീനിയ എന്ന് കണ്ടുകൊണ്ടാണ് അവിടേക്ക് പ്രവാചകൻ ഹിജറ പോകാൻ ആളുകളെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ടാണ് മദീനയിലേക്ക് എത്തിയതിന് ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉടനെ തിരിച്ചു വിളിക്കുന്നില്ല. ഏകദേശം ഹിജറ കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് ഖൈബറിലെ വിജയത്തിൻ്റെ വേളയിലാണ് ജാഫർ ബിൻ അബി ത്വാലിബിനെ പോലുള്ള പ്രമുഖരായ സഹാബികളെ അവിടെ നിന്ന് തിരിച്ചു വിളിക്കുന്നത്. കാരണം മദീനയിലെ തങ്ങളുടെ സമൂഹം സ്റ്റെബിലൈസ്ഡ് ആയിരിക്കുന്നു. അതിനാൽ ഇനി ഒരു പുറത്തുനിന്നുള്ള ഒരു ശക്തിയെയും ഭയപ്പെടേണ്ടതില്ല എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് അവരെ തിരിച്ചു വിളിക്കുന്നത്. പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, ഒരു പാഠം തൻ്റെ അനുയായികൾക്ക് നൽകിയിരുന്നു എന്നാണ്. അതിനാൽ പ്രബോധനത്തിൻ്റെ റസൂലിൻ്റെ ദഅവ ആരംഭിച്ച 6-ാം വർഷം നടക്കുന്ന യുദ്ധത്തിൽ റോമക്കാർ പരാജയപ്പെട്ടു. അതിനാൽ വിഷമിച്ചു ആളുകൾ. അവരെന്തിനാണ് വിഷമിക്കുന്നത്? അതിനെക്കുറിച്ച് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നീട് വിജയിച്ച സമയത്ത് എന്തുകൊണ്ട് ഞങ്ങൾ അന്ന് ആ പരാജയത്തിൽ ഞങ്ങൾ സങ്കടപ്പെടുകയും പിന്നീട് റോമ വിജയിച്ചപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഹ്ലി കിതാബായിരുന്നു, വിശ്വാസപരമായി നമ്മളോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന ആളുകളായിരുന്നു റോമക്കാർ എന്നുള്ള രീതിയിലാണ്. അതിനാൽ അള്ളാഹു പറയുകയാണ്, ഗുലിബത്തി റൂം, റോമ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു പ്രബോധനത്തിൻ്റെ 6-ാം വർഷത്തിൽ. ഫി അദ്നൽ അർളി, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഇനി ഈ പരാജയത്തിന് ശേഷം ഒരു വിജയം അവർ നേടുന്നതാണ്. ഫി ബിദ്ഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ്, തുടക്കത്തിലും ഒടുക്കത്തിലും ആദ്യത്തിലും അന്തത്തിലും അള്ളാഹുവിന് തന്നെയാണ് തീരുമാനാധികാരം. അതിനാൽ വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, ആ ദിവസം റോമക്കാർ വിജയിക്കുന്ന ദിവസം മുഅ്മിനുകളായ ആളുകൾ സന്തോഷഭരിതരാകും. യഥാർത്ഥത്തിൽ അന്നത്തെ ഒരവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പേർഷ്യയെ റോം തോൽപ്പിക്കുന്നു എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനം കൃത്യമായി പുലരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അന്ന് മുശ്രിക്കുകളിൽ പ്രമുഖനായിരുന്ന ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങളത് വിശ്വസിക്കുന്നുവോ, ഈ പരാജിതരായി കിടക്കുന്ന റോം വിജയിക്കുമെന്ന്? ഖുർആനിൽ പറഞ്ഞത് തെളിയുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പന്തയം നിരോധിക്കാതിരുന്ന ആ കാലത്ത് അയാൾ പന്തയത്തിന് വെല്ലുവിളിച്ചു. എങ്കിൽ എത്ര വർഷങ്ങൾക്കുള്ളിൽ എന്ന് നിങ്ങൾ പറയും? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു 6 കൊല്ലത്തിനുള്ളിൽ എന്ന്. പക്ഷേ 7-ാമത്തെ വർഷമാണ് ഈ പരാജയം ഉണ്ടാകുന്നത്. അതിനാൽ ആ പന്തയത്തിൽ യഥാർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തോറ്റു. ഇതറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ, ബിള് എന്ന് പറഞ്ഞാൽ 9 കൊല്ലം വരെയാണല്ലോ, അതിനാൽ നിനക്ക് 9 കൊല്ലം എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രബോധനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ജിയോ പൊളിറ്റിക്കലായ പ്രശ്നങ്ങളിൽ, ഇസ്ലാമിക സമൂഹത്തെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശ്രദ്ധ എത്രത്തോളമായിരുന്നു എന്നറിയുന്നതിനാണ്. റോം വിജയിച്ചതിൽ എന്തിന് മുസ്ലിങ്ങൾ സന്തോഷിക്കണം? കാരണം റോമക്കാരും ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ കാര്യമാണല്ലോ. കാഫറുകളാണവർ, നിഷേധികളാണവർ. പക്ഷേ അവരുടെ വിജയത്തിൽ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിലനിൽക്കുന്ന ലോക സാഹചര്യത്തിൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യർമൂക്കിലും മറ്റും വെച്ച് നടന്ന യുദ്ധത്തിൽ ഇതേ ബൈസാന്റൈൻ സാമ്രാജ്യത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരുടെ വിജയത്തെ ചൊല്ലിയാണോ മുസ്ലിങ്ങൾ ആഹ്ലാദിക്കുന്നത്, അതേ ബൈസാന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ ആക്രമണം കാരണമായി തീരുന്നുണ്ട്. അങ്ങനെയാണ് ഷാമിൻ്റെ പ്രദേശങ്ങൾ, ഫലസ്തീൻ്റെ പ്രദേശങ്ങളൊക്കെ ഇസ്ലാമികമായ ആധിപത്യത്തിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. നാം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇക്കൊല്ലത്തെ ബദറിനെ നാം അറിയേണ്ടതും നാം സ്വീകരിക്കേണ്ടതും. നമ്മുടെ സഹോദരന്മാർ, വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര പോയ ആളുകൾ, തൊഴിലിന് പോയ ആളുകൾ, ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അവരുദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരവസരം അള്ളാഹു സൃഷ്ടിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെ കുടുംബപരമായി മാത്രം ബാധിക്കുന്നതല്ല. പ്രശ്നങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ പോക്കിനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിക്കുമോ എന്ന് സംശയിക്കാൻ പാകത്തിനുള്ള
വലിയ ഒരു സാമ്രാജ്യത്വ പദ്ധതി, അതും ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സാമ്രാജ്യത്വ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ലോകത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുകൂടാ. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് സയണിസ്റ്റ് ശക്തികൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പദ്ധതികളാണ്. അതുകൊണ്ടാണ് ഇസ്രയേലിന് ഒരു കൃത്യമായ മാപ്പ് അവർ നൽകാതിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്രയേൽ സ്റ്റേറ്റ് നിലനിൽക്കുന്ന പ്രദേശം മാത്രമല്ല, അതിനപ്പുറത്തുള്ള സിറിയൻ പ്രദേശങ്ങൾ, അതിനു മുമ്പായി ജോർഡാൻ, അത് കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വലിയ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ്. അത് കേവലം ഒരു രാഷ്ട്രീയ പ്രൊജക്റ്റ് മാത്രമല്ല, അതിന് കൃത്യമായ മതപരമായ അംശങ്ങൾ കൂടിയുണ്ട്. ഈ ഫെബ്രുവരി 26 ഇറാൻ ആക്രമിക്കുന്നതിന് മുന്നോടിയായി നെതന്യാഹു നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായ ബിബിളിക്കൽ ഇൻഡിക്കേഷൻസ് വെച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗം വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയോകോണുകളായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ഇവാഞ്ചലിസ്റ്റുകളായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ രണ്ടാം വരവ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പൂർണ്ണമായ പ്രദേശം ജൂതന്മാരായ ആളുകളുടെ കയ്യിൽ വരിക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ യേശുവിൻ്റെ രണ്ടാം വരവ് വന്നു കഴിഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ജൂത ക്രിസ്തീയ ചരിത്രങ്ങൾ അതിനെങ്ങനെ കാണുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ താല്പര്യത്തിൽ രണ്ടു കൂട്ടരും യോജിക്കുന്നതിനാൽ വളരെ കൃത്യമായൊരു പ്രൊജക്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പാണ്, കഴിഞ്ഞ വർഷം നടന്നതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പാണ് ഇറാനെതിരിൽ നടന്നിരിക്കുന്ന ആക്രമണം. അതിനാൽ നേരത്തെ റോമാക്കാരുടെ വിജയത്തിൽ സന്തോഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റോമക്കാരുടെ പരാജയത്തിൽ വിഷമിച്ചതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആധിപത്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സമാധാനത്തെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായും തന്നെ ആശങ്കയുടെ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ രണ്ട് നിലപാടെടുക്കാൻ യഥാർത്ഥത്തിൽ അർഹതയില്ല. ഏത് ഭാഗത്താണ് നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മൾ വിശ്വസിച്ചത് ലോകത്ത് ഈ പഴയ കാലമൊക്കെ, കൊളോണിയലിസത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ലോകത്ത് ദേശരാഷ്ട്രങ്ങൾ ഫോം ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ പരമാധികാരമുള്ള റിപ്പബ്ലിക്കുകളാണ്. അതിനാൽ അതിനകത്ത് എന്ത് ചെയ്യണം, അവിടുത്തെ വിഭവങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഓരോ പ്രദേശത്തുള്ള ആളുകൾക്കും തീരുമാനിക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മുഴുവൻ തങ്ങളാണ് തീരുമാനാധികാരമുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സാമ്രാജ്യശക്തി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾ ഈ മുസ്ലിം പ്രദേശത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രയേലിനെ സ്ഥാപിച്ചത് എന്നുള്ളത് നമ്മൾക്കറിയാം. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ടല്ലാതെ നമ്മൾക്ക് ഇത്തരം വിഷയങ്ങളെ അനലൈസ് ചെയ്യുക സാധ്യമല്ല എന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇറാനാണ്. ഇറാനെതിരിൽ നടന്നിരിക്കുന്ന ആക്രമണം തെറ്റാണ്. ഇത് ലോകത്ത് അരാജകത്വം വളർത്തുന്നു എന്ന് പറയുന്നതിനർത്ഥം നിങ്ങൾ ഇറാൻകാരുടെ വിശ്വാസം അംഗീകരിക്കുന്നു എന്നാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ റോമക്കാരുടെ വിജയത്തിൽ എന്തിനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ പറയുന്നുണ്ട്, അന്ന് വല്ലാതെ ഞങ്ങൾ ആഹ്ലാദിച്ചു എന്ന്. എന്തിനായിരുന്നു അവർ ആഹ്ലാദിക്കുന്നത്? വിശ്വാസം എന്നായതുകൊണ്ടാണോ? അല്ല. തങ്ങളുടെ നിലനിൽപ്പിനും തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇവരുടെ വിജയത്തിനാലാണ് എന്നതിനാലായിരുന്നു. നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്നത് 12 ഷിയാക്കൾ ഉള്ള ഇസ്നാ ആശരികൾ എന്ന് പറയുന്ന ഷിയാക്കളാണ്. ഷിയാക്കളും സുന്നികളും തമ്മിൽ വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു സംശയവും ഒരാളെ സംബന്ധിച്ചും ഉണ്ടാവേണ്ടതില്ല. അഖീദാപരമായി പ്രശ്നങ്ങളുണ്ട്. കാരണം ഷിയാക്കളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഖുർആൻ കഴിഞ്ഞാൽ ഇമാമത്ത് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ്. തെറ്റുപറ്റാത്ത ഓരോ കാലത്തും ഉണ്ടാകുന്ന ഓരോ ഇമാമാണ് ഖുർആൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സുന്നികൾ എന്ന് ജനറലി നമ്മൾ പറയുന്ന നമ്മെപ്പോലെയുള്ള സമൂഹങ്ങളിൽ അങ്ങനെയല്ല. ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നൊക്കെ പറയുന്ന ഓരോ കാലത്തും ഏതെങ്കിലും ഒരു പണ്ഡിതൻ തീരുമാനിക്കുന്നിടത്തല്ല, മറിച്ച് ഖുർആനെയും ഹദീസിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഇജ്തിഹാദ് നടത്തി തീരുമാനിക്കുന്ന ദീനുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ചര്യയെ മുൻനിർത്തി ആ കാലത്തുള്ള മുസ്ലിം കൂട്ടായ്മകളിലെ പണ്ഡിതന്മാർ എടുക്കുന്ന തീരുമാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. അതിനാൽ
വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു വ്യത്യാസമുണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം അവർ കാഫറുകളാണ് എന്നാണ്. സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു പദമാണ് എനിക്ക് നിങ്ങളോട് ആവർത്തിച്ച് പറയാനുള്ളത്, കാഫറുകളാക്കുക എന്നുള്ളത്. സാധാരണ നമ്മളുടെ ഒരു ടെർമിനോളജിയിൽ നമ്മൾ പറയും അവർ പിഴച്ചവരാണ്. ആ പറയുന്നതിനർത്ഥം അവർ നരകാവകാശികളാണ് എന്നല്ല. കാരണം ആളുകളുടെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അവകാശമില്ല എന്നത് മാത്രമല്ല, ഷിയാക്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായ കാഫറുകളാണ് എന്ന ഒരു സ്റ്റാൻഡ് മുസ്ലിം സമൂഹം ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലാല് മുളില് പോലുള്ള പദങ്ങളൊക്കെ പിഴവിലാണ് എന്ന് പറയും. അവരുടെ വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലെ കാര്യം. പക്ഷേ ഈ വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കെ തന്നെ ലാർജർ മുസ്ലിം ഫ്രെയിമിനകത്താണ്, ഇസ്ലാം എന്ന് പറയുന്ന വലിയ എടുപ്പിനകത്താണ് അവരുടെയും സ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അവരിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ വിശുദ്ധ ഹറമിൽ, നമ്മൾക്കറിയാം ഖാദിമുൽ ഹറമൈനി ഷരീഫൈ എന്നാണ് സൗദിയിലെ ഭരണാധികാരികളുടെ ടൈറ്റിൽ പേരായി തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ വൃത്തിയുള്ള രീതിയിൽ, മനോഹരമായ രീതിയിൽ ഹറമിൻ്റെ സംരക്ഷണം നടത്തി വരുന്ന അവർ എങ്ങനെയാണ് മുസ്ലിം അല്ലാത്ത ഒരു കൂട്ടരെ അവിടെ ഹജ്ജിന് അനുവദിക്കുക? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ ലളിതമായ രീതിയിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അത് സംഭവിക്കുന്നു എന്നതിനർത്ഥം പിഴവുകളുണ്ട് എന്നതോടൊപ്പം തന്നെ അവരെ ലാർജർ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ നമ്മളുടെ മതപരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റുകളിൽ നിന്നുകൊണ്ട് കാണാൻ നമ്മളൊരിക്കലും ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇറാൻ ആക്രമിക്കുമ്പോൾ അവർ ഷിയ രാഷ്ട്രമാണ്. ഷിയാക്കൾക്ക് അഖീദയിൽ പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടുന്ന സന്ദർഭമല്ല. ആ പറയുന്നതിനർത്ഥം ഞാൻ ആവർത്തിക്കുന്നു, അഖീദയിൽ പ്രശ്നമില്ല എന്നല്ല. പക്ഷേ ശത്രുക്കളായ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ശത്രു ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള മുഴുവൻ മുസ്ലിം ലോകത്തെയും അടിമകളാക്കണമെന്നുള്ളൊരു പ്രൊജക്റ്റുമായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ലോകവും, മുസ്ലിം ലോകം മാത്രമല്ല, തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്നവർ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 140 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് എണ്ണ വാങ്ങാൻ ഞങ്ങൾ സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം വിരോധം ലോകത്തെ എവിടേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രം ആലോചിക്കേണ്ടുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശത്രുക്കളായ ആളുകൾ എന്ത് ചെയ്യും? അവർ പരസ്പരമുള്ള ഭിന്നതകളെക്കുറിച്ച് പറയാൻ ശ്രമിക്കും. ഇറാൻ്റെ ചരിത്രം നമുക്കറിയാം. ഇറാൻ ഒരു സുന്നി ഭൂരിപക്ഷ മേഖലയായിരുന്നു. 15ഉം 16ഉം നൂറ്റാണ്ടുകളിലാണെന്ന് തോന്നുന്നു സഫാവിദ് ഭരണകൂടം, അവിടെ ഷിയ ഭരണകൂടം വന്നതിന് ശേഷമാണ് അവിടെ ധാരാളക്കണക്കിന് സുന്നികളെ പുറത്താക്കി സ്ഥാപിക്കപ്പെട്ടത് തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ഷിയ ഭൂരിപക്ഷ സ്വഭാവം. പക്ഷേ ചരിത്രത്തിൽ മുമ്പ് കഴിഞ്ഞു പോയതുപോലുള്ള സംഗതികളെ മുഴുവൻ നമ്മൾ എടുത്ത് അതിൻ്റെ പുണ്ണ് മാന്തി വീണ്ടും മുറിയാക്കി കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഈ സഫാവിദ് എന്ന് പറയുന്ന ഷിയ രാഷ്ട്രം അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സുന്നി സാമ്രാജ്യമായിരുന്ന ഒട്ടോമൻ ഖലീഫമാർക്കെതിരിൽ അവർ ധാരാളം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഇപ്പോൾ നമ്മൾ സഹായിച്ചുകൂടാ, അവരോട് നമ്മളുടെ ഐക്യദാർഢ്യമുണ്ടായിക്കൂടാ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം സുന്നികളായ വിഭാഗങ്ങൾ തന്നെ ഒട്ടോമൻ ഖലീഫമാർക്കെതിരിൽ നിരന്തരമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർ കാഫറുകളാണ് എന്ന് സുന്നികളായ ആളുകൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറാന് ശേഷം ഇനി തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ അവരാക്രമിക്കാൻ പോകുമ്പോൾ തുർക്കികളായ ആളുകൾ മുമ്പ് ഒട്ടോമൻകാരുടെ ബാക്കിയാണ്, അന്നവരെ കാഫിറായിട്ട് അന്ന് കഴിഞ്ഞു പോയ ചില പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെയും ഇങ്ങനെ തന്നെ സ്വീകരിക്കാനാണോ നമ്മൾ തീരുമാനിക്കുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറയുന്നത് വീണ്ടും, ജിയോ പൊളിറ്റിക്കലായ സംഗതികളെ നമ്മുടെ മതപരമായ മുസ്ലിം, കാഫിർ, ഹറാം, ഹലാൽ എന്ന സംഗതികളിൽ നിന്നുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റായി പറയുന്ന വിധം വ്യക്തമല്ല കാര്യങ്ങൾ. വളരെ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പോളിസി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്, അത് ദൈവികമാണ്, അതിൽ പിഴവുകളുണ്ടാകില്ല, അതിൽ തെറ്റുകളുണ്ടാകില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഭൗമരാഷ്ട്രീയം എന്ന് പറയുന്നത്, ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്മാർ ഉണ്ടാക്കുന്നതാണ്. അതിൽ തെറ്റുകൾ പറ്റാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ തെറ്റുകൾ പറ്റും. അതെല്ലാ കാലത്തും ഏക ശരിയായി മാത്രം ജിയോ പൊളിറ്റിക്സിൽ ഒരു നിലപാടുണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. മറിച്ച് ഓരോ മുസ്ലിം സമൂഹങ്ങളും, പ്രത്യേകിച്ചും രാജ്യങ്ങൾക്കകത്തുള്ള നമ്മളെപ്പോലുള്ള മുസ്ലിം സമൂഹങ്ങൾ ആലോചിക്കേണ്ടത്
നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ, ഒരു ഇന്ത്യൻ മുസ്ലിമിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന നിലപാട് എന്താണ് എന്നാണ്. സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ടാകും. ഭരണകൂടം ചെയ്യുന്ന, പ്രത്യേകിച്ച് മുസ്ലിം ഭരണകൂടങ്ങൾ ചെയ്യുന്ന എന്ത് നിലപാടുകളെയും അവരെ ചോദ്യം ചെയ്യാതെ, ഒരിക്കലും പരസ്യമായി ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ് വേണ്ടത്. അത് തങ്ങളുടെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന, ഫത്വ നൽകുന്ന പണ്ഡിതന്മാർ അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ന്യായങ്ങളുണ്ടാവും. കാരണം ആ രാജ്യത്തിൻ്റെ സുരക്ഷ, ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഒരുപക്ഷെ അതിലാകും. പക്ഷേ അതുതന്നെയാണ് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തുമുള്ള മുസ്ലിങ്ങളുടെ നിലപാട് എന്ന് സ്വീകരിക്കാൻ പോകുന്നിടത്ത് ഞാൻ പറയുന്നത്, ജിയോ പൊളിറ്റിക്സിനെ നമ്മൾ പലപ്പോഴും ദീനായി തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡോക്ട്രിനൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അഖീദയിലൊക്കെ ഡിഫറൻസ് ഉള്ള ആളുകളെ തന്നെ മുസ്ലിം സമൂഹത്തിനുള്ളിൽ പൊറുപ്പിക്കുന്ന അങ്ങേയറ്റത്തെ സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനുള്ളത്. അത് നമ്മൾ മറന്നുകൂടാ. അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ തുടക്കം മുതൽക്ക് തന്നെയുണ്ട്. നിങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കാലം മുതലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അശ്അരികളും സലഫികളുമായ ആളുകൾ തമ്മിൽ, അന്ന് ഹംബലികൾ എന്നാണ് അന്ന് പറയുക, അശ്അരികളും സൂഫികളുമായ ആളുകൾ തമ്മിൽ, സൂഫികളും സലഫികളുമായ ആളുകൾ തമ്മിൽ ചരിത്രത്തിൽ നിരന്തരമായ സംഘർഷങ്ങൾ ആശയപരമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായി അവരെ ഇല്ലാതാക്കാൻ, ഭൗതികമായി അവരെ ഇല്ലാതാക്കുന്ന ഒരു പാരമ്പര്യം വളരെ അപൂർവമായി മാത്രമാണ് മുസ്ലിം സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതേസമയം പടിഞ്ഞാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, തങ്ങളുടെ വിശ്വാസധാരയല്ലാതെ മറ്റൊരാളെയും അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളാണവർ. അതുകൊണ്ടാണ് കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റുകളും തമ്മിൽ, അവരും ലൂതറൻസും തമ്മിൽ ഒക്കെ നിരന്തരമായ യുദ്ധങ്ങൾ, 100-100 കൊല്ലം നീണ്ട യുദ്ധങ്ങൾ നടന്നത്. മുസ്ലിം ചരിത്രത്തിൽ അങ്ങനെയൊരു യുദ്ധം, ഒറ്റപ്പെട്ട അപവാദങ്ങളല്ലാതെ ഈ സെക്റ്റിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടന്നതായി കാണാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ പ്രസംഗങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വെച്ച് നമ്മളിൽ സുന്നി ഷിയ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അറിയണം. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിനയമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കസ്റ്റോഡിയൻസായി ഒരാളെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളറിയണം. നമ്മളുടെ വിവരങ്ങൾ പരിമിതമാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ലളിതമായ 1-2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഏതാണ് അഖീദയിലെ നിങ്ങളുടെ മദ്ഹബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന എത്ര പേരുണ്ടാകും നമ്മുടെ ഈ സംഗതികൾ കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ? അത് അശ്അരിയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? സിഫത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. അതെന്താണ് എന്ന് ആർക്കാണ് അറിയുക? ഇവയൊന്നും അറിയാതെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വം എന്ന് വിചാരിച്ച്, പ്രവാചകനാണ് എൻ്റെ മാതൃക എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആത്മീയങ്ങളായ സകല ആളുകളും അറിയേണ്ടുന്ന ഒരു കാര്യമാവണമെന്നില്ല അത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, നമ്മൾക്ക് ലഭ്യമായ വിവരങ്ങൾ പരിമിതമാണ്. നമ്മൾ നോക്കുമ്പോൾ സുന്നി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാർത്ത മാതൃകയാണ്. ഇത് ഷിയാക്കൾ സുന്നികളെ കാണുന്നത്, സുന്നികൾ ഷിയാക്കളെ കാണുമ്പോഴും ഒരൊറ്റ ഗ്രൂപ്പാണ്. അങ്ങനെ അല്ല എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ഈ വ്യത്യാസങ്ങൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ശത്രു എടുത്തു തരുന്ന ചാപ്പകളെടുത്ത് സ്വന്തക്കാരൻ്റെ മുകളിൽ പതിച്ച് അവനെ വേട്ടയാടാനുള്ള ശ്രമത്തിൽ ഭാഗവാക്കായ ആളുകൾ എന്നുള്ള ഒരവസ്ഥ, ഒരു ദൈന്യാവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതിനാൽ ഓരോരുത്തരും അവരവർക്ക് ലഭ്യമായ വിവരങ്ങൾ, ഈ വിവരം തന്നെ പൂർണ്ണമാണോ എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനകളിൽ വേണം ഉണ്ടാകാൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ വികസന ശ്രമങ്ങൾ അങ്ങേയറ്റത്തെ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾക്ക് തിരിച്ചറിയും. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സിറ്റുവേഷൻ കുറേ കൂടിയൊക്കെ മാറുന്ന സമയത്ത് അഖീദാപരമായ പ്രശ്നങ്ങൾ ഗൗരവതരമല്ല എന്നല്ല, ഗൗരവം തന്നെയാണ്. പക്ഷേ അത് ചർച്ച ചെയ്യേണ്ടത് അവിടെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് വെക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യങ്ങളാണ് അതുവഴി നിർവഹിക്കപ്പെടുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന മാതൃക, മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം ലഹു മാലന വഅലൈഹി മാ അലൈന. ആര് നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നുവോ, നമ്മുടെ ഖിബ്ലക്കാർ മുന്നിടുന്നുവോ, നമ്മളറുത്തത് ആര് കഴിക്കുന്നുവോ അവനാണ് മുസ്ലിം. അവന് നമുക്കുള്ള മുഴുവൻ അവകാശങ്ങളുമുണ്ട്,
നമുക്കുള്ള മുഴുവൻ ബാധ്യതകളും അവനുണ്ട്. ബുഖാരിയുടെ ഹദീസാണ്. ഇത് നമ്മൾക്ക് ജീവിതത്തിൻ്റെ ഒരു ഫ്രെയിമായി സ്വീകരിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിർഖയുടെ ആളുകളായി മാറുന്ന, കക്ഷിത്വത്തിൻ്റെ ആളുകളായി മാറുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വിജ്ഞാനത്തിന് ചക്രവാളം വികസിപ്പിക്കാനും ഐക്യത്തിൻ്റെ, ഒരുമയുടെ, ചേർമ്മയുടെ വഴികൾ കൂടുതലായി തേടുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ സകല കുതന്ത്രങ്ങളെയും അവൻ പരാജയപ്പെടുത്തുമാറാകട്ടെ.